ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈദിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അതും പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ 3 കിടിലൻ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇല്ലേ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടോക്കുക. വീഡിയോയിലേക്ക് മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ പുഡിങ് റെഡിയാക്കാൻ വേണ്ടിക്ക് ഞാനിതാ കസ്റ്റേർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇതിലേക്കില്ലേ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 1 ലിറ്റർ പാലാണ്. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി പുഡിങ് വേണോ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് കൂട്ടിയും കുറച്ചെല്ലാം എടുക്കാം കേട്ടോ. 1 ലിറ്റർ പാലിലേക്ക് 4 ടേബിൾ സ്പൂണ് കസ്റ്റേർഡ് പൗഡർ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാനില്ലേ 4 ടേബിൾ സ്പൂണ് കസ്റ്റേർഡ് പൗഡർ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഞാനിപ്പം 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എൻ്റെ പുഡിംഗ് ട്രേ കുറച്ച് വലുതാണ് ഉണ്ടായിട്ടുണ്ടായിന്, അതുകൊണ്ട് എനിക്ക് 1 ലിറ്റർ പാൽ ആവശ്യം ഉണ്ടായിട്ടുണ്ടായിനെ. അപ്പോൾ ഇല്ലേ നിങ്ങൾക്ക് നിങ്ങൾ പുഡിംഗ് ട്രേൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് കൂട്ടിയും കുറച്ചെല്ലാം എടുക്കുക. അപ്പോൾ ഇതാ ഞാനില്ലേ ആ ഒരു കസ്റ്റേർഡ് പൗഡറില്ലേ കുറച്ച് പാലിൽ മിക്സാക്കി കൊടുക്കലാണ്, കട്ടകളൊന്നും ഇല്ലാണ്ട് മിക്സാക്കി എടുക്കാം. ഇതല്ലേ കുട്ടികൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പുഡിങ്ങാണ്, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലോണം മിക്സാക്കി എടുക്കുക. ഇനിയിപ്പം നമ്മൾ പാലൊന്ന് ചൂടാക്കിയെടുക്കണം. ഞാനിതാ പാൽ ഒഴിച്ച് കൊടുക്കലാണ്. പിന്നെ കുറേ ആൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇനി എന്ത് ഈ പ്രാവശ്യം ഇത് പുഡിങ് റെസിപ്പി ഒന്നും ഇല്ലേന്ന്. കാര്യം മാഷാ അല്ലാ എൻ്റെ വീഡിയോസിൽ എപ്പോഴും ഇങ്ങനത്തെ പുഡിങ് റെസിപ്പി പാർട്ടി വ്ളോഗിനെല്ലാം ഭയങ്കര എന്താ പറയുക ഇഷ്ടമൊന്നും അറിയലുണ്ട് കാണാൻ വേണ്ടിക്ക്. അപ്പോൾ ഇല്ലേ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും പുഡിങ് റെസിപ്പി നിങ്ങൾക്ക് ഷെയർ ആക്കണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. ഞാനില്ലേ പാല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം വേമിസല്ലി വേണം. ഞാനിപ്പോൾ ഇതാ 1 പാക്കറ്റ് വേമിസല്ലി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 1.5 പാക്ക് എന്താ പറയുക ഇതും പിന്നെ ഒരു 1/2 പാക്കറ്റ് വേമിസല്ലിയും കൂടി എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ടായിനെ. അപ്പം വേമിസല്ലി സേമിയ ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ പാല് തിളച്ച് വന്നിട്ടുണ്ട്. പാലിൽ നല്ലോണം തിളക്കാൻ ആവുന്ന ആ ഒരു ടൈമിൽ വേണം നമ്മുടെ ആ ഒരു കസ്റ്റേർഡ് മിക്സില്ലേ ഇതിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിക്ക്. എന്നിട്ട് കൈവിടാണ്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. മിൽക്ക് മെയ്ഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ പാൽപ്പൊടിയും പഞ്ചസാരയും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരു 2-3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി മിക്സാക്കി എടുക്കുക. ഈ ഒരു തിക്കിലായി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ ഈ വേമിസല്ലി ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഇതാ ഞാൻ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പം കുറച്ചധികം വേമിസല്ലി ഉണ്ടായതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തത്. നിങ്ങൾ കുറച്ച് ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ചെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതാ കഷ്യൂനട്ടും കിസ്മിസും ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവ് എന്ത് ഡ്രൈ ഫ്രൂട്ട്സ് ആണെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ ഈ ഒരു ടൈമിൽ. എന്നിട്ട് ഇതൊന്ന് വറുത്തെടുക്കുക. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച വേമിസല്ലിയില്ലേ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലൊരു സ്മെല്ല് വരുന്നത് വരെ വറുത്തെടുക്കുക. ഇതാ ഈ ഒരു ഗീയിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മിക്സാക്കി കൊടുക്കണേ. അപ്പോൾ ഇതാ എല്ലാം കൂടിയിട്ട് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം കുറച്ച് മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്, കാര്യം നമ്മൾ മധുരം കുറച്ച് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സാക്കി എടുക്കുക. ഈ ഒരു വേമിസല്ലി ജസ്റ്റ് ഒന്ന് കുക്കാക്കി എടുക്കുക കേട്ടോ. നല്ലോണം വെന്തൊടയേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടില്ലേ ഒന്ന് മിക്സായി എന്താ പറയുക ഒന്ന് നല്ലോണം വെച്ചിട്ട് മിക്സാക്കി എടുത്താൽ തന്നെ മതിയാവും. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക കൈവിടാണ്ട് മിക്സ് ആക്കുന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ നമ്മുടെ വേമിസല്ലി ജസ്റ്റ് ഒന്ന് കുക്കായിട്ട് വന്ന വേമിസല്ലി തന്നെയാണ്, എന്നാലും ജസ്റ്റ് ഈ ഒരു പാലെല്ലാം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുക്കാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സേമിയെല്ലാം ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് നല്ലോണം വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സ്റ്റേജ് ആയി കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പം നമ്മൾ ഏതൊരു പുഡിംഗ് ട്രയലാണോ സെറ്റാക്കുന്നത് ആ ഒരു ട്രയലേക്ക് ആദ്യത്തെ ലെയറായിട്ട് ഈ ഒരു വേമിസല്ലി ഇട്ട് കൊടുക്കുക. നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ. ഒരു ഗീയും കാര്യങ്ങളെല്ലാം ഇട്ട് നമ്മൾ മിക്സാക്കിയതല്ലേ. നമുക്ക് ഇതിനെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് റെസിപ്പിയാണ്. നമ്മൾ പായസവും പുഡിങ്ങും ഒരുമിച്ച് എന്താ പറയുക പായസവും വേറെ പുഡിങ് വേറെ എല്ലാം ഉണ്ടാക്കൂലേ, അതിന് പകരം ഇതൊന്നും ഉണ്ടാക്കിയാൽ മതി. ആ ഒരു നല്ലൊരു ടെക്സ്ചറും കാര്യങ്ങളെല്ലാം ഒന്ന് ലാസ്റ്റ് ഞാൻ കട്ടാക്കുമ്പം കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് ആദ്യത്തെ ലെയർ വേമിസല്ലി ഒഴിച്ച് കൊടുത്തിട്ടില്ലേ നമ്മൾ കസ്റ്റേർഡ് മിക്സ് റെഡി ആക്കിയിട്ടില്ലേ അത് സെക്കൻഡ് ലെയറായിട്ട് ഒഴിച്ച് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് തണിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുറച്ച് സമയം തണിയാൻ വെക്കണം കേട്ടോ. തണിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റായി കഴിഞ്ഞാൽ
ഇതിലേക്ക് വീണ്ടും വെർമിസെല്ലി ഇട്ട് കൊടുക്കാം. ഫ്രീസറിൽ വെച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് സെറ്റായി കിട്ടുമേ, 1-2 മിനിറ്റ്. എന്നിട്ട് വീണ്ടും അടുത്ത ലെയറായിട്ട് വെർമിസെല്ലി തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതിന് മുകളിൽ വീണ്ടും ഈ ഒരു കസ്റ്റർഡ് ക്രീം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ ഞാൻ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ 2 ലെയറായിട്ടാണ് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കുഞ്ഞു ബൗൾ ഉണ്ടാവില്ലേ, അതിൽ സെറ്റാക്കി എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റാക്കി എടുക്കാം. നമുക്കിത് പായസമെല്ലാം കഴിക്കുന്ന പോലെ കുറച്ചും കൂടി തിക്കായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അടിപൊളി ടേസ്റ്റ് കൂടിയാണ്. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ക്രീമിൽ വെർമിസെല്ലിൽ മൊത്തത്തിൽ പിടിക്കുന്ന രീതിയിൽ ഒന്ന് എന്താ പറയുക, ഈ ഒരു പുഡിംഗ് ട്രയൽ മൊത്തത്തിലൊന്ന് ആവുന്ന രീതിയിലൊന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ. ഇനിയിപ്പം ബാക്കിയുള്ള കുറച്ച് വെർമിസെല്ലി ഇതിന് മുകളിലായിട്ട് ഞാനൊരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ബദാം കട്ടാക്കിയതും പിസ്ത കട്ടാക്കിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ക്രീമി ആയിട്ടുള്ള വെർമിസെല്ലി കസ്റ്റേർഡ് പുഡിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഫ്രീസറിൽ ഒരു 10 മിനിറ്റ് സെറ്റാക്കാൻ വെക്കുക. ഒരു 10-15 മിനിറ്റ് സെറ്റാക്കാൻ വെക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ചൂടോടെ കഴിക്കാം. ഒരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പുഡിങ്ങാണ് ഇത്. നമുക്ക് ചൂടോടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് മതി കേട്ടോ, ധാരാളമാണ്. ഇനിയിപ്പോൾ ഇത് സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ സെറ്റാക്കിയിട്ട് കഴിക്കാം കേട്ടോ. അടിപൊളി ഐറ്റമാണ്, നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കാം. ഫ്രിഡ്ജിൽ സെറ്റാക്കിയിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് കേക്കെല്ലാം കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്യാൻ കഴിയും. ഒരു പുഡിങ്ങിൻ്റെ ടെക്സ്ചറിൽ. മറ്റേ എന്താ പറയുക, ചൂടോടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പായസമെല്ലാം കഴിക്കുന്ന ആ ഒരു രീതിയിൽ നല്ല തിക്കായിട്ടുള്ള ആ ഒരു രീതിയിൽ കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ഞാനിത് കട്ട് ചെയ്തെടുക്കലാണ്. എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് സെർവ് ചെയ്യുക. അടിപൊളി ഐറ്റമാണ്, കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ. അപ്പോൾ ഈ ഒരു ഇതിന് എന്തായാലും ഇത് ട്രൈ ആക്കി നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവും. കുഞ്ഞു കുട്ടികൾക്ക് പോലും ചെറിയ കുട്ടികൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അത്രയും സിമ്പിൾ റെസിപ്പി അല്ലേ. കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ, എന്തായാലും ഉണ്ടാക്കി നോക്കാം. ഇനിയിപ്പില്ലേ നമുക്ക് അടുത്ത പുഡിങ് നോക്കാം. ഇതൊരു റാഫലോ ടൈപ്പിൽ വരുന്ന ഒരു പുഡിങ്ങാണ്. ഞാനിത് ബ്രെഡിൻ്റെ സൈഡെല്ലാം കട്ടാക്കി എടുക്കുന്നുണ്ട്. എനിക്കിതിലേക്ക് ഒരു പാക്കറ്റ് ബ്രെഡിൽ ഒരു 2-3 മാത്രം എങ്ങാനുമാണ് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടായിന്. ഞാൻ കുറച്ച് വലിയ പുഡിംഗ് ഫ്രൈൽ തന്നെയാണ് സെറ്റാക്കി എടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ കുറച്ച് ചെറിയ പുഡിംഗ് ഫ്രൈലെല്ലാം സെറ്റാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസ് കുറച്ച് എടുത്തു കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഈ ബ്രെഡിൻ്റെ സൈഡെല്ലാം കട്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുക്കിംഗ് ചോക്ലേറ്റ് വേണം. ഈ ഒരു വൈറ്റ് കോമ്പൗണ്ടില്ലേ, വൈറ്റ് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. അതുപോലെ പാലെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡറല്ല, ആ ഒരു എന്താ പറയുക ഡ്രൈഡ് ആയിട്ടുള്ള കോക്കനട്ടാണ്. ഇതും മാർക്കറ്റിൽ സൂപ്പർ മാർക്കറ്റിലെല്ലാം അവൈലബിൾ ആയിരിക്കും. റഫലോ പുഡിങ്ങെല്ലാം എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയല്ലേ. അപ്പോൾ ഇതാ അതും കൂടി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പില്ലേ നമുക്ക് പുഡിങ് സെറ്റാക്കി എടുക്കാം. അതിനു മുമ്പായിട്ടില്ലേ ഞാൻ പാലിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ്, മധുരത്തിന് ആവശ്യത്തിന് മിൽക്ക് മെയ്ഡും കൂടി ചേർത്തിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പാൽപ്പൊടിയും പഞ്ചസാരയും കൂടി മിക്സാക്കി എടുത്താലും മതി. മിൽക്ക് മെയ്ഡ് നിർബന്ധമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതാ എല്ലാം കൂടി ഞാൻ മിക്സാക്കി എടുക്കുന്നുണ്ട്. ഞാനിപ്പം 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട് ഒരു പാക്കറ്റ് ബ്രെഡിലേക്ക്. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്കില്ലേ 1 കപ്പ് വിപ്പിംഗ് ക്രീം. ഞാൻ റിച്ചിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുക്കൽ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്രഷ് ക്രീം അല്ല, വിപ്പിംഗ് ക്രീമാണ് ബീറ്റാക്കി എടുത്തിട്ടുണ്ടായിന്. ഇനി ഇതിലേക്കില്ലേ മധുരത്തിന് ആവശ്യത്തിന് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാനില്ലേ വിപ്പിംഗ് ക്രീം ബീറ്റാക്കുന്നത് കാണിച്ചിട്ടില്ല. കാര്യം എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് തന്നെ ഞാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റാക്കി എടുത്തതാണ്. ഇതിപ്പം ഞാൻ 2 പുഡിങ്ങിലേക്കാണ്. നിങ്ങൾക്ക് ഒരു പുഡിങ്ങിലേക്കാണെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം മതിയാവും. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുത്തു. പിന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡറും കൂടി 1-2 അല്ല, എന്താ പറയുക, ഒരു 5 ടേബിൾ സ്പൂണോളം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. ഞാൻ ചെയ്യുന്നില്ല. ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. ഉള്ളിലായിട്ട് നമ്മൾ ഈ ഒരു പുഡിങ് കഴിക്കുന്ന ടൈമിൽ ആ ഒരു ചോക്ലേറ്റും കൂടി കടിക്കാൻ, എന്താ പറയുക, ആ ഒരു ചോക്ലേറ്റും കൂടി കടിക്കാൻ കിട്ടുമ്പം ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. ഇനിയിപ്പോൾ ഇതാ പുഡിങ് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ബ്രെഡിൻ്റെ സൈഡെല്ലാം കട്ടാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. 2 ലെയർ ബ്രെഡ് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ടായിനി. ഇനി ഇതിലേക്ക് ഒരു 1/2 ലിറ്റർ പാൽ മൊത്തത്തിൽ ഒഴിച്ച് കൊടുക്കുക. കാര്യം ബ്രെഡ് നല്ലോണം സോക്കായിട്ട് നല്ലോണം സോഫ്റ്റായിട്ട് വരണം കേട്ടോ. ഇനിയിപ്പോൾ ഇതിന് മുകളിലായിട്ട് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇതാ പാൽ തന്നെയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കാര്യം ഈ ഒരു ബ്രെഡ് ഇതിനുള്ളിൽ ബ്രെഡാണെന്ന് മനസ്സിലാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു കേക്കിൻ്റെ എല്ലാം ടേസ്റ്റ്, മിൽക്ക് കേക്കിൻ്റെ എല്ലാം ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ മൊത്തത്തിൽ ഞാൻ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് നമുക്കില്ലേ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു ക്രീമില്ലേ, ആ ഒരു ഡെസിക്കേറ്റഡ് കോക്കനറ്റും കാര്യങ്ങളെല്ലാം ചേർത്ത് ക്രീം ഞാനിതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു പുഡിംഗ് ട്രേയിൽ മൊത്തത്തിൽ ആവുന്ന രീതിയിലൊന്ന് സെറ്റാക്കി എടുക്കാം. ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് റാഫല്ലോ ചോക്ലേറ്റ് എല്ലാം കഴിക്കുന്ന ഒരു ടേസ്റ്റില്ലേ, അതിലൊന്നും അടിപൊളി ടേസ്റ്റ് കിട്ടുന്ന ഒരു ഐറ്റമാണ് ഇത്. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വീണ്ടും ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് നമുക്ക് ആ ഒരു ചോക്ലേറ്റ് ഇല്ലേ, വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ഞാനിപ്പം പീലർ വെച്ചിട്ടൊന്ന് പീൽ ചെയ്ത് കൊടുക്കലാണ്, ഇങ്ങനെ ചെയ്തെടുക്കലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രേറ്റർ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക, കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഒരു ഭംഗിക്ക് വേണ്ടിക്ക് ഇങ്ങനെ ചെയ്തൊന്ന് മാത്രം. ഇനിയിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുക, ഒരു ഫ്രീസറിൽ വെച്ച് കൊടുക്കുക. ഒരു 10 മിനിറ്റ് നല്ലോണം തണുപ്പിച്ചിട്ട് കഴിക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഡയറക്റ്റ് ഇങ്ങനെ തന്നെ കഴിക്കാൻ പറ്റും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതാ നമ്മുടെ റാഫല്ലോ പുഡിങ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇതും ട്രൈ ആക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. ഈ ഒരു വൈറ്റ് ചോക്ലേറ്റ് എല്ലാം ഇടയിൽ ഇങ്ങനെ കടിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. തീ പോലും കത്തിക്കാണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഐറ്റമാണ്. ഇനിയിപ്പം അടുത്ത പുഡിങ് നമുക്ക് നോക്കാം. ഇതിന് ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന കുറച്ച് ഐറ്റംസ് കാണിക്കാനാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിന്. അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം സെലക്ട് ആക്കിയത്. അടുത്ത ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിക്ക് ഞാനിതാ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു കസ്റ്റേർഡ് ക്രീം റെഡിയാക്കി എടുത്തിട്ടുണ്ടായിന്. പാലിലേക്ക് 1/2 ലിറ്റർ പാലിലേക്ക് 3-4 ടേബിൾ സ്പൂണ് കസ്റ്റേർഡ്, അതുപോലെ മിൽക്ക് മെയ്ഡും കൂടി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് പുഡിങ്ങിൽ ചെയ്തിട്ടില്ലേ, ആ ഒരു വെർമിസെല്ലിൻ്റെ പുഡിങ്ങിൽ, ആ സെയിം മെത്തേഡ് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. ഞാനിതാ ഒരു ബൗളിലേക്ക് വിപ്പിംഗ് ക്രീം ഫ്രഷ് ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് മിൽക്ക് മെയ്ഡും കൂടി ഒഴിക്കുക. എന്നിട്ടില്ലേ ബ്രെഡ് തന്നെയാണ് വേണ്ടത്. ബ്രെഡിൻ്റെ ഷെയ്ഡെല്ലാം ഒന്ന് കട്ടാക്കിയെടുക്കുക. ഇതൊരു അറേബ്യൻ പുഡിങ്ങാണ്. ഭയങ്കര ടേസ്റ്റ് അല്ലേ. ഏത് സമയവും എന്താ പറയുക ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അത്രയും ഈസിയും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം അല്ലേ. അപ്പോൾ ഇതാ ഞാനില്ലേ ബ്രെഡിൻ്റെ സൈഡെല്ലാം കട്ടാക്കിയിട്ട് പുഡിംഗ് ട്രേയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു കസ്റ്റേർഡ് മിക്സ് ആദ്യത്തെ ലെയറായിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു ബ്രെഡ് മൊത്തത്തിൽ സോക്കാവുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ട് ഇതിലേക്കില്ലേ നമ്മൾ നേരത്തെ മിക്സ് ആക്കി വെച്ച ആ ഒരു ഫ്രഷ് ക്രീമും മിൽക്ക് മെയ്ഡും തമ്മിലുള്ള മിക്സ് ഇതിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പം ഇതിന് മുകളിലായിട്ട് നമ്മൾ വീണ്ടും ബ്രെഡിൻ്റെ ലെയർ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. വീണ്ടും ബ്രെഡ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ വീണ്ടും ഞാൻ ബ്രെഡ് തന്നെ വെച്ച് കൊടുക്കലാണ്. ഇനിയിപ്പം ബ്രെഡിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കസ്റ്റേർഡിൻ്റെ ആ ഒരു മിക്സ് തന്നെയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഫസ്റ്റ് റെസിപ്പിയിൽ കാണിച്ച സെയിം ഐറ്റം തന്നെയാണ് ഇത്. ഇനിയിപ്പോൾ ഇതാ ഇതിന് മുകളിലായിട്ട് വീണ്ടും ആ ഒരു ഫ്രഷ് ക്രീമും മിൽക്ക് മെയ്ഡും തമ്മിലുള്ള മിക്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് വിപ്പിംഗ് ക്രീമല്ല, ഫ്രഷ് ക്രീമും മിൽക്ക് മെയ്ഡും തമ്മിലുള്ള മിക്സാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഒഴിച്ച് കൊടുക്കലാണ്. ഇനിയിപ്പം ഇതൊന്ന് സെറ്റായിട്ട് വന്നു കഴിഞ്ഞാലില്ലേ ഇതിന് മുകളിലായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റാക്കിയതും കൂടി വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചിട്ട് ബീറ്റാക്കി എടുക്കുക. 1/2 കപ്പ് വിപ്പിംഗ് ക്രീം നല്ലോണം ബീറ്റാക്കി എടുക്കുക. നമ്മൾ കിക്കിനെല്ലാം ചെയ്യില്ല, അതുപോലെ സ്റ്റിഫായിട്ട് തന്നെ ബീറ്റാക്കി എടുക്കുക. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇത് മൊത്തത്തിൽ സെറ്റാക്കി എടുക്കുക. ഇഷ്ടമുള്ള രീതിയിൽ ഇത് സെറ്റാക്കി എടുക്കുക. ഞാനിപ്പോൾ ഒരു ഫോർക്ക് വെച്ചിട്ടില്ലേ ഇതുപോലെ വരട്ട് കൊടുക്കലാണ്. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് ഞാൻ അനാറാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് രീതിയിലും ഇത് സ്റ്റൈൽ ചെയ്തെടുക്കുക. നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക. അനാറെല്ലാകുമ്പോൾ കുറച്ചുകൂടി നമ്മൾ ടേബിളിൻ്റെ ഉള്ളെല്ലാം വെക്കുമ്പം സെർവ് ചെയ്യുന്ന ടൈമെല്ലാം ഭയങ്കര ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിക്ക്. ഇതിലേക്ക് നിങ്ങൾക്ക് ഗ്രേപ്പ് ഉണ്ടാവില്ലേ, അത് കട്ടാക്കി ഇട്ട് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ പിസ്ത ബദാം ഏതായാലും കുഴപ്പമില്ല. അപ്പം ഇതും ഫ്രീസറിൽ ഒരു 5-10 മിനിറ്റ് വെച്ചിട്ട് സെറ്റാക്കി എടുക്കുക കേട്ടോ. കുറച്ചധികം മണിക്കൂർ വെച്ചാലും കുഴപ്പമില്ല, ടേസ്റ്റ് കൂടുകയും ചെയ്യും. പക്ഷെ സെറ്റായിട്ട് വരാനൊരു 5-10 മിനിറ്റ് മാത്രം മതി. ഇനിയിപ്പോൾ ഇതാ ഇത് ഞാൻ കട്ടാക്കിയിട്ടും കൂടി കാണിക്കാം. ഭയങ്കര ക്രീമി ആയിട്ടുള്ള ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള 3 അടിപൊളി പുഡിങ്ങാണ്. ഇതിലേതെങ്കിലും ഒന്ന് എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. കാര്യം ഇതിൻ്റെ എല്ലാം ടൈമിൽ ബിരിയാണിയും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കുമ്പം ഏറ്റവും സിമ്പിളായിട്ട് അതും അടിപൊളി ടേസ്റ്റിൽ എന്തെങ്കിലും പുഡിങ് ഉണ്ടാക്കണമെന്ന് ചിന്തിക്കുന്നവരായിരിക്കുമല്ലേ, അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു വീഡിയോ ആണ് ഇത്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഇതൊരു ഭംഗിയാണെന്ന് അറിയുമോ കാണാൻ വേണ്ടിക്ക്, കഴിക്കാനും അതുപോലെ അടിപൊളിയാണ്.
അപ്പോൾ എന്താ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് നിങ്ങളെ ഫാമിലീസിനും ഫ്രണ്ട്സിനും എല്ലാം വീഡിയോ ഷെയർ ആക്കുക. ഒരു എന്താ പറയുക സ്മൈലെങ്കിലും കമൻറ്റ് ആയിട്ടിടണേ. നിങ്ങളെ കമൻറ്റ് വേണമെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബൈ.